പ്രേക്ഷകരെ വളരെ പ്രാധാന്യത്തോടെ അധികാരികൾ കാണുകയും ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിപ്പോർട്ടർ SIT എക്സ്ക്ലൂസീവ്. ഫണ്ടില്ലാത്തതിനാൽ PMAY പദ്ധതി അവതാളത്തിൽ. ഗുണഭോക്താക്കൾ പെരുവഴിയിലായിട്ട് ഒരു വർഷം കഴിഞ്ഞു. പുതിയ വീട് ലഭിക്കുമെന്ന് കരുതി പഴയ വീട് പൊളിച്ചവർക്ക് പണം ലഭിച്ചിട്ടില്ല. പൊളിച്ച വീടിന് സമീപം ഷെഡ് കെട്ടിയാണ് പല കുടുംബങ്ങളെയും താമസിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുമാണ് ലഭിക്കാത്തത്. തിരുവനന്തപുരത്ത് പൂവച്ചൽ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട്. പ്രതീഷ്, ഇന്ന് രാവിലെ മുതൽ റിപ്പോർട്ടർ TV ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നിരവധി കുടുംബങ്ങളുടെ കണ്ണീരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ വീടുണ്ടാകുമെന്ന് കരുതി പഴയ വീട് പോലും പൊളിച്ചു. പക്ഷേ പുതിയ വീട് ഇതുവരെ ആയില്ല. പെരുവഴിയിലാണ് മനുഷ്യർ. എന്താണ് ഇപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പദ്ധതിയിൽ എന്ത് പാളിച്ചയാണ് സംഭവിച്ചത്? റോഷ്നി, PMAY പദ്ധതിയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ദുരിതത്തിലാണ് ഗുണഭോക്താക്കൾ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലുള്ള 6-ാം വാർഡിലാണ്. ഞാൻ പ്രധാന റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ താഴെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഞാൻ നിൽക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വരാനുള്ള വഴി. പ്രധാന റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഇറങ്ങി വേണം ആ വീട്ടിലേക്ക് എത്താൻ. PMAY ഗുണഭോക്താവിൻ്റെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് PMAY ഗുണഭോക്താവായ പൂവച്ചൽ സ്വദേശിയായ ബേബിയുടെ വീട്. പക്ഷേ ഈ ഒരു വർഷത്തിലധികമായി ഈ വീടിൻ്റെ അവസ്ഥ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ്. 2 വർഷം മുമ്പ് ഈ വീട് ലഭിക്കുമെന്ന ഉറപ്പിൽ ഈ വീട് പൊളിക്കുകയും തൊട്ടപ്പുറത്ത് ഒരു ഷെഡിൽ, അത് ടാർപോളിൻ കൊണ്ട് മറച്ച ഒരു ഷെഡാണ്. 2 വർഷമായി ബേബിയും ഭർത്താവും അവരുടെ ചെറുമകൾ, അവർക്ക് ആ കുട്ടിക്ക് അമ്മയും അച്ഛനുമില്ല. 8 മാസം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചതാണ്. ആ നിമിഷം മുതൽ ഈ അമ്മുമ്മയും അപ്പൂപ്പനുമാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്. അങ്ങനെ ആ 3 പേർ താമസിക്കുന്ന ഒരിടമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത്രത്തോളം വലിയ ദുരിതമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. കാരണം ഈ വീടിന് ആകെ അവർക്ക് കിട്ടിയത് 2 ഗഡുവാണ്. ഈ വീട് നിർമ്മിക്കാൻ ബേസ്മെൻറ്റ് കെട്ടാനായി ആദ്യം 48,000 രൂപ കിട്ടി. അതിനുശേഷം കുറേ മാസങ്ങൾ കഴിഞ്ഞ് 98,000 രൂപ കിട്ടി. ഏകദേശം 1.25 ലക്ഷത്തോളം രൂപ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. 4 ലക്ഷമാണ് വീടിന് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വാർക്കാൻ പോലും കഴിയാത്ത ആ ഒരു ബുദ്ധിമുട്ടിലാണ് അവർ കഴിയുന്നത്.